ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ 3 കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. 3, 2, 1, 0 plus 5 seconds. लिफ्ट ऑफ नॉर्मल कि हम लाइन ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ പഠിച്ചു തുടങ്ങാം. ചന്ദ്രയാൻ 3 അല്ലേ, ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ചന്ദ്രയാൻ 1ഉം 2ഉം ഒക്കെ ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ 1ൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചാന്ദ്ര പരിവേഷണ ദൗത്യം തന്നെയായിരുന്നു. അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മൂണിൻ്റെ സർഫസിലുള്ള റോവറിൻ്റെ ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സക്സസ്ഫുള്ളായി. ചന്ദ്രയാൻ 2ൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചാന്ദ്ര പരിവേഷണ ദൗത്യം തന്നെയാണ്. പക്ഷേ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മൂണിൻ്റെ സർഫസിലുള്ള റോവറിൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു കേട്ടോ. സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു. പക്ഷേ അത് 100% സക്സസ്ഫുൾ ആയി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ലാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സിഗ്നലിൻ്റെ കണക്ടിവിറ്റി ലോസ് ഒക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പാളിച്ചയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ ആ പാളിച്ചകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക അല്ലേ. ചന്ദ്രയാൻ 2ൽ സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ആ ഒരു പോരായ്മ ഓവർകം ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. മൂണിൻ്റെ സർഫസിൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക എന്നുള്ളതാണ് ചന്ദ്രയാൻ 3ൻ്റെ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് 2023 ജൂലൈ 14 2023 ജൂലൈ 14 പഠിച്ചു വച്ചേക്കണം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ടുള്ളത് 2023 ജൂലൈ 14. 2023 ചന്ദ്രയാൻ 3 ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ് അല്ലേ. അങ്ങനെ നമുക്ക് ജൂലൈ മാസമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജൂലൈ ആയിട്ടൊന്ന് ഓർക്കുക. ജൂലൈ 14 ഇനി ഇതിൻ്റെ വാഹനം ചോദിക്കുകയാണെങ്കിൽ GSLV Mark 3 ആണ്. അതിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് LV Mark 3 മിഷൻ 4 ആണ് കേട്ടോ. LV M3 M4, അതായത് Mark 3 മിഷൻ 4 ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്, ശ്രീഹരിക്കോട്ട അല്ലേ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ്. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വിക്ഷേപിച്ചിട്ടുള്ളത് 2023 ജൂലൈ 14. ഇതിൻ്റെ വാഹനം ചോദിക്കുകയാണെങ്കിൽ LV M3 M4 ആണ്. പിന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാർട്സ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. പാർട്സ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളും ഉണ്ട്, വിക്രം ലാൻഡറും ഉണ്ട്. ഈ വിക്രം ലാൻഡറിൻ്റെ അകത്താണ് പ്രഗ്യാൻ റോവർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പോകുന്ന സമയത്ത് വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറൊക്കെ ഒരുമിച്ചായിരിക്കും. അതിന് ശേഷമായിരിക്കും അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2023 ജൂലൈ 14 ഇത് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പെട്ടെന്ന് മൂണിൻ്റെ ഓർബിറ്റിലെത്തുമോ? ഇല്ല. ആദ്യം നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിലെത്തി, പിന്നെ കുറച്ച് നേരം അതിങ്ങനെ ഭൂമിയുടെ ഓർബിറ്റിൽ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രൊപ്പൽഷൻ മൊഡ്യൂളും വിക്രം ലാൻഡറും ഒക്കെ ഉണ്ടല്ലോ, അത് ഒരുമിച്ചായിരിക്കും. അപ്പോൾ എർത്തിൻ്റെ ഓർബിറ്റിൽ കുറച്ച് നേരം സഞ്ചരിച്ച് അതിനുശേഷം മൂണിൻ്റെ ഓർബിറ്റിലേക്ക് എത്തും. അങ്ങനെ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ എത്തിയതിന് ശേഷം ചന്ദ്രൻ്റെ ഏറ്റവും അടുത്തുള്ള ഓർബിറ്റിൽ എത്തി കഴിയുമ്പോഴായിരിക്കും പിന്നെ മൂണിൻ്റെ സർഫസും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഈ ഒരു പേടകത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 3900 കിലോഗ്രാമാണ് കേട്ടോ. 3900 kg ആണ്. അതേപോലെ തന്നെ ലാൻഡറും റോവറും നമ്മുടെ ചന്ദ്രയാൻ 2ൻ്റെ അതേ പേര് തന്നെയാണ്, വിക്രവും പ്രഗ്യാനുമാണ് കേട്ടോ. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാനാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചപ്പോൾ ഉണ്ടല്ലോ, അതിന് ഓർബിറ്റർ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരം കുറച്ചും കൂടെ കുറഞ്ഞു അല്ലേ. 3900 kg ആണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓർബിറ്ററായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ചന്ദ്രയാൻ 2ൻ്റെ ഓർബിറ്ററാണ്. ചന്ദ്രയാൻ 2ൻ്റെ ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ചന്ദ്രയാൻ 3 സെപ്പറേറ്റ് ആയിട്ടൊരു ഓർബിറ്റർ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയത് August 1, 2023. നമ്മൾ പറഞ്ഞില്ലേ ഭൂമിയുടെ ഭ്രമണപഥത്തിലായിരുന്നു കുറച്ച് നേരം. അതിനുശേഷമായിരിക്കും അത് മൂണിൻ്റെ ഓർബിറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക. August 1 കേട്ടോ. August 1, 2023. ഇനി മൂണിൻ്റെ ഓർബിറ്റിൽ എത്തിയിട്ടുള്ള ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓഗസ്റ്റ് മാസം 5 2023. ഓക്കെ, അപ്പോൾ പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുള്ളത്
എന്നാൽ ഓഗസ്റ്റ് 1 അല്ലേ, ഓഗസ്റ്റ് 1 2023. മൂണിൻ്റെ ഓർബിറ്റിൽ എത്തിയിട്ടുള്ള ഡേറ്റ് ഓഗസ്റ്റ് 5 2023. അപ്പോൾ ഒരു ഗസ്റ്റ് പോലെ അല്ലേ, ഒരു ഗസ്റ്റ് പോലെ മൂണിൻ്റെ ഓർബിറ്റിൽ എത്തിയെന്ന് ഓർക്കുക കേട്ടോ. ഓഗസ്റ്റ് 5 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണേ. ഓഗസ്റ്റ് 5 2023 അവിടെ എത്തിയതിന് ശേഷം വന്നിട്ടുള്ള ഒരു മെസ്സേജ് എന്തായിരുന്നു? ഐ ഫീൽ ലൂണാർ ഗ്രാവിറ്റി അല്ലേ. എന്താണ് ഐ ഫീൽ ലൂണാർ ഗ്രാവിറ്റി എന്നയച്ച് ഓഗസ്റ്റ് 5 2023 ഐ ഫീൽ ലൂണാർ ഗ്രാവിറ്റി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള എന്നായിരുന്നു? 23 ഓഗസ്റ്റ് 2023 അല്ലേ. ഫാൻസി നമ്പറാണ് 23 ഓഗസ്റ്റ് 2023 അല്ലേ ചന്ദ്രൻ്റെ മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ റോവർ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ് എല്ലാവരും ഓർത്ത് വെച്ചേക്കുക, 23 ഓഗസ്റ്റ് 2023. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പേടകത്തിൻ്റെ ഭാരം 3900 kg ആണ്. ലാൻഡറും റോവറും നമ്മുടെ ചന്ദ്രയാൻ 2ൻ്റെ തന്നെ സെയിം പേരുകളാണ്, വിക്രവും പ്രഗ്യാനും അല്ല. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയത് ഓഗസ്റ്റ് 1 2023. മൂണിൻ്റെ ഓർബിറ്റിൽ എത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് 5 പിന്നെ വന്നിട്ടുള്ള മെസ്സേജ് ഐ ഫീൽ ലൂണാർ ഗ്രാവിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞു മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ റോവർ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് അല്ലേ, 23 ഓഗസ്റ്റ് 2023. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, സോഫ്റ്റ് ലാൻഡിങ് ചെയ്തിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശിവശക്തി പോയിൻ്റാണ് കേട്ടോ. സോഫ്റ്റ് ലാൻഡിങ് ചെയ്തിട്ടുള്ള സ്ഥലം ഏതാണ്? ശിവശക്തി പോയിന്റ്. ഇനി അടുത്ത കാര്യം, മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ അല്ലെങ്കിൽ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള റോവർ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ്. എല്ലാവർക്കും അഭിമാനിക്കാം. അപ്പോൾ മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ റോവർ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അതേസമയം മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള 4ാമത്തെ കൺട്രിയാണ്. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കൺട്രി ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയാണ്. മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ 3 രാജ്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക, USA, സോവിയറ്റ് യൂണിയൻ, അതേപോലെ തന്നെ ചൈന. അതിനുശേഷമാണ് ഇന്ത്യ വന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തിട്ടുള്ള ആദ്യത്തെ രാജ്യം നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് എന്നായിരുന്നു? ഓഗസ്റ്റ് 23 2023 അല്ലേ. അപ്പോൾ ഈ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. അതേപോലെ തന്നെ ആദ്യത്തെ സന്ദേശം, ആ ഒരു ദിവസം കിട്ടിയിട്ടുള്ള ആദ്യത്തെ സന്ദേശം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു, നീയും. ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു, നീയും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ടീമിനെ കുറിച്ചാണ് കേട്ടോ. ISRO ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ S സോമനാഥ് അല്ലേ, 5ാമത്തെ മലയാളിയും 10ാമത്തെ ചെയർമാനുമാണ്. പിന്നെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ P വീരമുത്തുവേലാണ് പ്രൊജക്ട് ഡയറക്ടർ കേട്ടോ. പ്രൊജക്റ്റിൻ്റെ P വെച്ചിട്ട് തന്നെ P വീരമുത്തുവേലാണ്. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ K കൽപ്പനയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ K കൽപ്പന. മിഷൻ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ M വെച്ചിട്ട് തന്നെ മോഹൻ കുമാറാണ്. മിഷൻ ഡയറക്ടർ ആരാണ്? മോഹൻ കുമാർ. അതേപോലെ തന്നെ സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ M ശങ്കരനാണ് കേട്ടോ. സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ ആരാണ്? M ശങ്കരൻ. ഒന്നും കൂടെ, ISRO ചെയർമാൻ S സോമനാഥ്, പ്രൊജക്ട് ഡയറക്ടർ P വെച്ചിട്ട് തന്നെ P വീരമുത്തുവേലാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ K കൽപ്പനയാണ്, മിഷൻ ഡയറക്ടർ മോഹൻ കുമാറാണ്, സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ M ശങ്കരനാണ് കേട്ടോ. അതേപോലെ തന്നെ ISRO ഫോം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 1969 അല്ലേ, 1969. ഇനി അടുത്ത 3 പോയിന്റ് നോക്കാം. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K ശിവനാണ്. അതേസമയം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് APJ അബ്ദുൽ കലാം. മാറിപ്പോരുത്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ചോദിക്കുകയാണെങ്കിൽ ടെസ്സി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ചോദിക്കുകയാണെങ്കിൽ അത് ടെസ്സി തോമസ് ആണ്. ഓക്കെ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിതാലാണ് കേട്ടോ. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കുക. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിതാലാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 1ഉം 2നെയും ബേസ് ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്വിസ് രൂപത്തിൽ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യമാണ്, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മൂണിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ റോവർ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.